ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡനിങ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹാർഡനിങ് എന്താണെന്നുള്ളത്. തുടക്കക്കാരൊക്കെ അറിയാൻ വഴിയില്ല എന്താണ് ഹാർഡനിങ് എന്നുള്ളത്. അപ്പോൾ ഹാർഡനിങ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ലോട്ടസിൻ്റെ ട്യൂബർ ആയിക്കോട്ടെ, റണ്ണർ ആയിക്കോട്ടെ, അത് നടുമ്പോൾ ചിലവർ പറയും എനിക്ക് പിടിച്ച് കിട്ടണില്ല. നല്ല ഫ്രഷ് ട്യൂബറൊക്കെ അയക്കാരെ നമ്മൾ കൊടുക്കുന്നത്, നല്ല ട്യൂബർ ആക്കിയിട്ടുള്ളത് അയക്കാരെ കൊടുക്കുന്നത്, എങ്കിലും പിടിച്ച് കിട്ടണില്ല, അത് അഴുകിപ്പോയി എന്നൊക്കെ പറയും. അത് മെയിൻ റീസണ് നമ്മളൊരു ലോട്ടസിൻ്റെ ട്യൂബറോ അല്ലെങ്കിൽ റണ്ണറോ ഹാർഡൻ ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പോവില്ല, ആ പ്ലാന്റ് പിടിച്ച് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അത് ഹാർഡനിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ലോട്ടസിൻ്റെ ട്യൂബർ എങ്ങനെയാണ് ഹാർഡൻ ആവുന്ന രീതി, അതേപോലെ തന്നെ അതിൻ്റെ റണ്ണർ എങ്ങനെയാണ് ഹാർഡനിങ് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലത്തെ ട്യൂബേഴ്സ് ആയിക്കാരം കൊടുക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആയിക്കായിട്ട് കൊടുക്കുന്നത്. എങ്കിലും ചിലർ പറയും അത് ചീഞ്ഞു പോയി എന്ന് പറയും. അത് മഴക്കാലത്താണ് അധികം ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത്. ഇങ്ങനത്തെ ഫ്രഷ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നടുമ്പോഴാണ് അങ്ങനെ ചീഞ്ഞു പോകാറുള്ളത്. ചിലത് സർവൈവ് ചെയ്യും, പ്ലാന്റ് ചെയ്യാൻ നന്നായിട്ട് അറിയണവരൊക്കെ ആണെങ്കിൽ സർവൈവ് ചെയ്യും. അതിന് മെയിൻ റീസൺ ചിലപ്പോൾ ഹാർഡനിങ് ചെയ്തിട്ടേക്കാരം അവർ നടുണ്ടാവുക. ഇത് കണ്ടോ, ഇത് ഗ്രോ ടിപ്പുകളാണ് ഇതൊക്കെ. ഇത് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ്. ഇത് ഹാർഡൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 4-5 ദിവസം ഈ ഒരു ട്യൂബർ ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റ് ഗ്രാജുവലി ഇത് വളർന്നിട്ട് വലുതാവും. അത് വളർന്ന് വലുതാവും. എന്നിട്ടാണ് നമ്മളത് പ്ലാന്റ് ചെയ്യുക. ഇത് നമ്മൾ ട്യൂബർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് ഫ്രഷ് വാട്ടറിൽ ഇടാൻ നോക്കുക. ചിലപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത വാട്ടറിലാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ പായലുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റൂട്ട് വേരൊന്നും നല്ലപോലെ റെഡി ആവില്ല. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ തന്നെ അത് ഒരു 3-5-6 ദിവസം വെക്കുക. ഒരു ഫ്രഷ് ട്യൂബറാണെന്നുണ്ടെങ്കിൽ 5-6 ദിവസം വെക്കുക. അത് ഗ്രാജുവലി അതിൻ്റെ വളർന്നിട്ട് റൂട്ടൊക്കെ വളർന്ന് അതിൻ്റെ ലീഫ് വരും. അതേപോലെ തന്നെ അതിൻ്റെ റൂട്ടുകൾ ഒക്കെ വളർന്നിട്ട് വലുതാവും. അതെങ്ങനെയാണെന്നുള്ളത് രൂപം എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് അത്തരത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ട്യൂബേഴ്സാണ്. ഇതിപ്പോൾ ഒരാഴ്ചയായി വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വളർന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ 3-4 ഗ്രോ ടിപ്പുകൾ. എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഗ്രോ ടിപ്പുകൾ ഇക്കാര്യം ഇതൊക്കെയെന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ, വലുതായിരിക്കണം. ഇതിൻ്റെ ഗ്രോ ടിപ്പുകൾ ഇതേപോലെ വലുതായി. ഇവിടെ ഒരു ഗ്രോ ടിപ്പ് വന്നിട്ടുണ്ട്, അത് വലുതായി. ഇത് വലുതായി. ഇനി ഇത് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കണം. ഇങ്ങനെ നമ്മൾ പ്ലാന്റ് ചെയ്യുക. ഈ ഒരു ട്യൂബർ ഇറക്കി വെച്ച് പ്ലാന്റ് ചെയ്യുക. ഈ ഗ്രോ ടിപ്പ് മേലക്കാക്കിയിട്ട് പ്ലാന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഗ്രോ ടിപ്പും മണ്ണിലാഴ്ത്താതെ പ്ലാന്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കെട്ടും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവറിങ്, നല്ലൊരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവറിങ് ആവും ചെയ്യും. ഇങ്ങനെയാണ് നമ്മളെ ട്യൂബർ ഹാർഡൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളെ റണ്ണർ അത് ഹാർഡൻ ചെയ്യുകയാണെന്നുള്ളതാണ്. ട്യൂബറിനെക്കാട്ടി ഹാർഡൻ ചെയ്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ഇട്ട് നമ്മളെ റണ്ണറാണ് അത് പിടിപ്പിക്കാനെന്നുണ്ടെങ്കിൽ. അതെങ്ങനെ ഒരു താമരയുടെ ടപ്പിൽ നിന്ന് നമ്മൾ റണ്ണർ പൊക്കിയിട്ട് അത് ഹാർഡൻ ചെയ്യുക എന്നുള്ളതാണ് ഞാനിനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം റണ്ണർ എടുക്കുകയാണെന്ന് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടത്, അതൊന്ന് പോയി കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ഒരു ഇതാണ് ഞാൻ എടുക്കാൻ പോണത്. റണ്ണർ നമ്മൾ പൊക്കി എടുക്കാൻ പോണത് ഇതാണ്. ഈ ഒരു റണ്ണറിൻ്റെ തലപ്പ് കിട്ടി നമുക്ക്. ഇതാണ് റണ്ണർ. ഈ ഒരു റണ്ണർ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് 2-3 ഇത് ഗ്രോ ടിപ്പുകൾ നോക്കിയിട്ട് വേണം എടുക്കുക. എന്നിട്ട് ഈ ഒരു റണ്ണർ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊക്കിയിട്ട് ഇതേപോലെ ഒരാഴ്ച വെക്കുക. ഇത് ഒരാഴ്ച സ്റ്റേജ് ആയി കഴിഞ്ഞാൽ
ഇത് റണ്ണർ ഹാർഡനാവും. ഈ ഒരു റണ്ണർ നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള റണ്ണേഴ്സ് ആവും. അങ്ങനെയാണ് നമ്മൾ ലോട്ടസിൻ്റെ റണ്ണറുകൾ ഹാർഡൻ ചെയ്യുക. ഇതിങ്ങനെ വെറുതെ വെള്ളത്തിലിട്ട് പൊക്കി വെച്ചാൽ മതി, അനക്കേ ചെയ്യരുത്. ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡനായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഹാർഡനിങ് എന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതാനും മറക്കരുത്. നിങ്ങളെ സംശയങ്ങളാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനും വിലപ്പെട്ടത്. അപ്പോൾ എന്തായാലും കമൻ്റ് ഇടുക. പിന്നെ നമ്മളെ അടുത്ത് നിന്ന് കുറേ പ്ലാൻസുകൾ മേടിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലുമായിട്ട് കാണാം.